പ്രാണനിൽ ലാസ്റ്റ് പാർട്ട്. അജുവിൻ്റെ കാർ അവരുടെ വീടിന് മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ ബാക്കി എല്ലാവരും അവിടെ എത്തിയിരുന്നു. കാറിൽ നിന്നും അജുവിൻ്റെ കയ്യിൽ പിടിച്ച് സൂര്യ ഇറങ്ങിയപ്പോൾ തന്നെ ഉമ്മറത്ത് കത്തിച്ചു വെച്ച നിലവിളക്കുമായി സുശീല വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും പ്രാർത്ഥനയോടെ വിളക്ക് കയ്യിലേന്തിക്കൊണ്ടവൾ അജുവിനൊപ്പം വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. പിറകിൽ വ്യാസും പാറുവും മീനൂട്ടിയും ജയന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് അജുവും സൂര്യയും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പാറു ഓടിപ്പോയി സൂര്യയെ കെട്ടിപ്പിടിച്ചിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും ചിരിച്ചുവെങ്കിലും വ്യാസിൻ്റെ കൂടെ നിൽക്കുന്ന രണ്ട് കുഞ്ഞിക്കണ്ണുകൾ അസൂയയോടെയും കുശുമ്പോടെയും അവരെ കൂർപ്പിച്ചു നോക്കി നിൽക്കുന്നത് ആരും കണ്ടില്ല. അത്തേ, മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ടുള്ള മോളുടെ വിളി കേട്ടപ്പോൾ തന്നെ വ്യാസിന് കാര്യം മനസ്സിലായിരുന്നു. എന്താ കണ്ണാ? മോളുടെ ഉണ്ടക്കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിക്കൊണ്ട് വ്യാസ് ചോദിച്ചപ്പോൾ മോൾ കുഞ്ഞിക്കൈകൾ പാറുവിൻ്റെ നേരെ നീട്ടി. അമ്മ എന്തിനാ അത്തേ എപ്പോഴും കണ്ടാൽ സൂര്യ ആന്റിയെ കെട്ടിപ്പിടിക്കുന്നേ? എനിക്ക് ഇഷ്ടമാവുന്നില്ല. അമ്മ നമ്മതയല്ലേ അത്തേ? കണ്ണും ചുണ്ടും ഒരുപോലെ കൂർപ്പിച്ചു വെച്ചുകൊണ്ടവൾ അവനെ നോക്കി പറഞ്ഞപ്പോൾ വ്യാസ് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു പൊട്ടി വന്ന ചിരി അടക്കി. എന്നാൽ അവൻ്റെ ആ ഭാവം തന്നെ കളിയാക്കുന്നതാണെന്ന് മനസ്സിലായ കുഞ്ഞിപ്പെണ്ണ് ചുണ്ട് ചുളുക്കി വിതുമ്പാൻ തുടങ്ങി. ഡി ശ്രീ, ഒന്നിങ്ങോട്ട് വന്നേ. കുഞ്ഞിപ്പെണ്ണ് കരയുമെന്ന് ഉറപ്പായപ്പോൾ വ്യാസ് വേഗം തന്നെ പാറുവിനെ വിളിച്ചതും പാറു സൂര്യയെയും അജുവിനെയും മുകളിൽ മുറിയിൽ ഫ്രഷാവാനായി പറഞ്ഞയച്ചുകൊണ്ട് അവർക്കരികിലേക്ക് ചെന്നു. അയ്യോ, എൻ്റെ കുഞ്ഞെന്തിനാ വിതുമ്പുന്നേ? നിങ്ങൾ എന്താ വിച്ചേട്ടാ എൻ്റെ മോളെ ചെയ്തേ? മീനുട്ടിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട പാറു ആവലാതിയോടെ വ്യാസിൻ്റെ കയ്യിൽ നിന്ന് മോളെ വാങ്ങി അവനെ നോക്കി ചുണ്ട് കൂർപ്പിച്ച് വെച്ച് ചോദിച്ചു. അത് കണ്ടപ്പോൾ വ്യാസ് ഒറ്റപ്പിരികം പൊക്കിക്കൊണ്ടവളെ ഒന്നിരുത്തി നോക്കി. ഡി വെറുതെ എല്ലാം എൻ്റെ മേലെ കെട്ടിവെക്കാൻ നിൽക്കണ്ട. നമ്മുടെ മോൾക്ക് നീ വേറെ ആരുടെ അടുത്തും ക്ലോസായി ഇടപെടുന്നത് ഇഷ്ടമാവുന്നില്ല പോലും. അതുകൊണ്ടാ ഇപ്പോൾ ഇങ്ങനെ. വ്യാസ് പരിഭവത്തോടെ അവളെ നോക്കി പറഞ്ഞപ്പോൾ പാറു ചിരിച്ചുകൊണ്ട് മീനൂട്ടിയെ നോക്കിയപ്പോൾ അവൾ കള്ളച്ചിരിയോടെ പാറുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ തോളിൽ മുഖം ഒളിച്ചു കിടന്നു. അത് കണ്ട പാറു ചിരിച്ചുകൊണ്ട് മോളെ ചേർത്ത് പിടിച്ച് മുടിയിൽ ചുംബിച്ചു. അച്ചോടാ, അമ്മയുടെ മുത്തിനെ അമ്മ ആരോടും മിണ്ടുന്നത് ഇഷ്ടമല്ല അല്ലേ? ഇനി ചെയ്യില്ല കേട്ടോ. വാ, എൻ്റെ പൊന്നിന് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അമ്മ തരാലോ. പാറു അതും പറഞ്ഞ് മോളെയും കൊണ്ട് ജയന്തിയുടെ അടുത്ത് പോയി എന്തോ പറഞ്ഞപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ ജയന്തി കിച്ചണിൽ നിന്നും ഒരു പ്ലേറ്റിൽ ബിരിയാണിയും ഒരു കപ്പിൽ പായസവും എടുത്ത് അവിടെയുള്ള ഒരു മുറിയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ആ മുറിയിൽ പോയ പാറുവിൻ്റെ പിറകെ ഒരു കള്ളച്ചിരിയോടെ വ്യാസും ഓടിപ്പോയി വാതിലടച്ചു. അതേസമയം സൂര്യയുടെ മുറിയിൽ അവളെ ഒന്നാകെ പൊക്കിയെടുത്ത് ഷെൽഫിന് മേലെ എടുത്തിരുത്തിക്കൊണ്ട് അവളുടെ അധരങ്ങളിൽ തൻ്റെ അധരം ചേർത്ത് വെച്ച് ഗാഢമായി ചുംബിക്കുകയാണ് അജു. സൂര്യയെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ ഒരു കൈ ഇടുപ്പിലും മറുകൈ പിൻതലയിലും പുറകെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ അവളുടെ ചുണ്ടും നാവും ഒക്കെ ഒരുപോലെ തൻ്റേതാക്കി നുണഞ്ഞു തുടങ്ങി. ശേഷം അവളിൽ നിന്ന് വേർപെട്ട് നിന്നപ്പോൾ സൂര്യ തളർന്നുകൊണ്ട് അജുവിൻ്റെ നെഞ്ചിൽ ചാരി നിന്നു. അജുവേട്ടാ, നിറഞ്ഞ പ്രണയത്തോടെ സൂര്യ പതിയെ വിളിച്ചപ്പോൾ അജു അവളെ തന്നിലേക്ക് കൂടുതൽ അണച്ചു പിടിച്ചു. എന്താടി അഹങ്കാരി? അജുവിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ സൂര്യ കുറുമ്പോടെ അവനെ നോക്കി. നീ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ അങ്ങനെ വിളിക്കൂ. കാരണം ഞാൻ ആദ്യം പ്രണയിച്ചത് ആ അഹങ്കാരി സൂര്യയാണ്. ഏതോ ഓർമ്മയിൽ പുഞ്ചിരിയോടെ അജു പറഞ്ഞപ്പോൾ അതേ ചിരി സൂര്യയിലും ഉണ്ടായി. പിന്നെയും കുറച്ചു നേരം സംസാരിച്ച ശേഷം അവർ രാത്രിക്കുള്ള ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പോയി. അജുവിൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം എല്ലാവരും അന്ന് അവിടെ നിൽക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതേസമയം കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ വായും തുറന്ന് തന്നെ അതിനിഷ്കളങ്കമായി നോക്കിയിരിക്കുന്ന വ്യാസിനെ പാറു സൂക്ഷിച്ചു നോക്കി. ദേ വിച്ചേട്ടാ, ഇത് മോൾക്കെടുത്ത ഭക്ഷണവുമാണ്. നമുക്ക് പിന്നെ കഴിക്കാം. ഒരു ചെറിയ ഉരുള ചോറ് മോളുടെ വായിൽ വെച്ചു കൊടുത്ത് പാറു പറഞ്ഞപ്പോൾ വ്യാസ് ഒരർത്ഥം വെക്കും പോലെ മീനൂട്ടിയെ നോക്കി. അവൻ്റെ നോട്ടം മനസ്സിലായ പോലെ മീനൂട്ടി അവനെ നോക്കി ഒന്ന് തലയാട്ടി ചിരിച്ചു. അമ്മേ, അത്ത പാവല്ലേ? വിശക്കുന്നുണ്ടാവും. അത്തേക്കും കൊക്കമ്മേ. പാറുവിൻ്റെ കൈ വ്യാസിന് നേരെ നീട്ടിക്കൊണ്ട് സങ്കടത്തോടെ മീനൂട്ടി പറഞ്ഞപ്പോൾ ഉള്ളി ചിരിച്ചു പുറമേ ഗൗരവത്തോടെ പാറു അവന് നേരെ കൈ നീട്ടി. നിറഞ്ഞ സന്തോഷത്തോടെ അതിലുപരി പ്രണയത്തോടെ ആ ഒരുള്ള അവൻ വാങ്ങിക്കുമ്പോൾ അവളുടെ വിരലുകൾ കൂടെ നുണഞ്ഞെടുത്തിരുന്നു. അവ ഏറ്റപ്പോൾ പാറു പിടഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ മോൾക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അവനും നൽകി. ഇടയ്ക്ക് വ്യാസും പാറുവിന് ഭക്ഷണം വാരിക്കൊടുക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണും തൻ്റെ കയ്യിൽ കൊള്ളാവുന്നതെടുത്ത് പാറുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കൊടുക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ അവരും റിസപ്ഷന് വേണ്ടി റെഡിയാവാൻ തുടങ്ങി. ബ്ലൂ കളറിലുള്ള ഗൗണിൽ സൂര്യ ഒരുങ്ങി വന്നപ്പോൾ അതേ കളറിലുള്ള ഷർട്ടും കോട്ടും ഒക്കെ അണിഞ്ഞ് റെഡിയായി അജു പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പാറുവും വ്യാസും മീനൂട്ടിയുമാണെങ്കിൽ ഒരേ കളറിലാണ്, കടും പച്ച. അങ്ങനെ എല്ലാവരുടെയും ഒരുക്കം കഴിഞ്ഞപ്പോൾ അജുവിൻ്റെ കയ്യിൽ തൻ്റെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് സൂര്യയും അവനും വീടിന് മുന്നിൽ ഒരുക്കിയ സ്റ്റേജിലേക്ക് നടന്നു. കുടുംബക്കാരും അടുത്ത ഫ്രണ്ട്സും ഒക്കെയായി നിറയെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ.
കുറേ പേര് വന്ന് ഗിഫ്റ്റ് കൊടുക്കുകയും അവരോട് സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ വ്യാസിൻ്റെയും പാറുവിൻ്റെയും വക വലിയൊരു കേക്ക് അവിടെ കൊണ്ടുവച്ചു. അതിൽ സൂര്യയുടെയും അജുവിൻ്റെയും മനോഹരമായ ചിത്രം പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാറുവിൻ്റെയും വ്യാസിൻ്റെയും മീനൂട്ടിയുടെയും കുടുംബക്കാരുടെയും മുന്നിൽ വെച്ച് അവർ പരസ്പരം കൈകോർത്ത് പിടിച്ച് കേക്ക് മുറിക്കുകയും വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാറു മീനൂട്ടിയെ എടുത്തു നിൽക്കുന്നതിനാൽ വ്യാസ് വലിയൊരു പീസ് എടുത്ത് ആദ്യം മീനൂട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തു. ശേഷം പാറുവിൻ്റെ വായിലും നൽകിയ ശേഷം അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു കൊണ്ടവൻ അത് കഴിച്ചു. അപ്പോഴേക്കും അവിടമാകെ പാട്ടും ഡാൻസും തുടങ്ങിയിരുന്നു. അജുവും സൂര്യയും കപ്പിൾസായി ഡാൻസ് കളിക്കുമ്പോൾ മീനൂട്ടിയെ നിലത്തേക്കിറക്കി മോൾക്ക് ഇരുവശത്തും നിന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവർ 5 പേരുടെയും സന്തോഷം നോക്കി ആ കുടുംബക്കാർ മുഴുവനും ചെറുചിരിയോടെ നിന്നു. ശേഷം ഡാൻസൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായ അവർ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. എല്ലാം കഴിഞ്ഞ് രാത്രി സെറ്റ് സാരി ഉടുപ്പിച്ച് കയ്യിൽ പാൽ ഗ്ലാസുമായി സൂര്യയെ അജുവിൻ്റെ മുറിക്ക് മുന്നിൽ കൊണ്ടാക്കിയത് പാറു ആയിരുന്നു. എൻ്റെ സൂര്യേച്ചി, ഇങ്ങനെ കിടന്ന് വിറച്ചാൽ അകത്തെത്തുന്നതിന് മുമ്പേ പാൽ മുഴുവനും പോകും കേട്ടോ. എന്തിനാ പേടിക്കുന്നേ, ചേച്ചിയുടെ അജുവേട്ടനല്ലേ. വിറച്ചിരിക്കുന്ന സൂര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാറു പറഞ്ഞു. അങ്ങേരെ തന്നെ എനിക്ക് പേടി മോളെ, എന്താ ചെയ്യുന്നതെന്ന് ബോധമില്ലാത്ത മനുഷ്യനാണ്. സൂര്യയുടെ മറുപടിയിൽ വായും പൊളിച്ച് നിൽക്കുന്ന പാറുവിനെ നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ട് സൂര്യ അകത്തേക്ക് കയറി വാതിലടച്ചു. അപ്പോഴും അടഞ്ഞ വാതിലിൽ നോക്കി വായും പൊളിച്ച് നിൽക്കുന്ന പാറുവിനെ അതുവഴി ഫോണിൽ നോക്കിക്കൊണ്ടുവരുന്ന വ്യാസ് അവൾക്കടുത്ത് ചെന്ന് പൊക്കി തോളിലേക്കിട്ടു. അപ്പോഴാണ് പെണ്ണിന് ബോധം വന്നത്. നാണമില്ലടി നിനക്ക് സ്വന്തം ചേച്ചിയുടെ മുറിക്ക് മുന്നിൽ പോയി നിന്ന് നോക്കാൻ? നിനക്ക് അത്രയും ധൃതിയാണെങ്കിൽ അതിനല്ലേ മുത്തേ ചേട്ടൻ ഇവിടെയുള്ളത്. പാറുവിനെയും കൊണ്ട് മുറിയിൽ കയറി വാതിലടച്ച് മീശ പിരിച്ചുകൊണ്ട് വ്യാസ് പറയുന്നത് കേട്ടപ്പോൾ പാറു പകച്ചുകൊണ്ട് അവനെ നോക്കി. ശേഷം ബെഡിലേക്കും. അപ്പോൾ ബെഡിൽ 2 പില്ലോയ്ക്ക് നടുവിൽ വായും തുറന്നുകൊണ്ട് ഉറങ്ങുന്ന മോളെ കണ്ടപ്പോൾ അവൾ ദയനീയമായി വ്യാസിനെ നോക്കി. വിച്ചേട്ടാ, മോള് ഉണരും. കള്ളച്ചിരിയോടെ പാറുവിനെ എടുത്ത് നിലത്തെ കിടത്തി അവളിലേക്ക് ചായാനൊരുങ്ങുന്നവനെ തടഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ടവൾ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി. എനിക്ക് നിന്നെ വേണം ശ്രീ, ഇപ്പോൾ ഈ നിമിഷം. കഴുത്തിൽ നിന്നും മുഖമുയർത്താതെ അവൻ പറയുന്നത് കേട്ടപ്പോൾ അവളുടെ പിടച്ചിലുകൾ നിന്നു. എതിർത്തിരുന്ന കൈകൾ അവനെ ചേർത്ത് പിടിച്ചു. ആ ഒരു പ്രവൃത്തിയെ സമ്മതമാക്കി എടുത്തുകൊണ്ടവൻ അവളിലെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തി. അവൻ്റെ കൈയാൽ അവളുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു. ശരീരം മുഴുവനും തളർച്ച ബാധിച്ചതുപോലെ അവൾ പിടഞ്ഞപ്പോൾ ആ തളർച്ചയും അവൻ ചുടുചുംബനത്തിലൂടെ സ്വന്തമാക്കി. ഒടുക്കം രാത്രിയുടെ ഏതോ യാമത്തിൽ ചെറുനോവ് നൽകി അവൻ അവളിലെ സ്ത്രീയെ പൂർണ്ണമാക്കിക്കൊണ്ട് അവളുടെ മാറിലേക്ക് വീണപ്പോൾ തളർത്ത കൈകളാൽ അവൾ അവനെ ചുറ്റി വരിട്ട് തന്നോട് ചേർത്തിരുന്നു. ഇതേസമയം ബാൽക്കണിയിൽ അജുവിനെ നെഞ്ചിൽ ചാരി ഇരിക്കുകയാണ് സൂര്യ. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ കുസൃതി കാണിച്ചുകൊണ്ട് ഓടി നടക്കുമ്പോൾ കണ്ണു കൂർപ്പിച്ചുകൊണ്ടവൾ കൈമാറ്റും. അപ്പോൾ വീണ്ടും അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. സൂര്യ, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നോ പെണ്ണെ, എൻ്റെ ജീവനാ നീ. സൂര്യയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അജു പറയുന്നത് കേട്ടപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. നാവുകൾ പോലും തമ്മിൽ കൂടിച്ചേർന്ന് കൊണ്ടുള്ള ദീർഘമായ ചുംബനം. അത് കഴിഞ്ഞപ്പോൾ അജുവിൻ്റെ ചുണ്ടുകൾ അവരുടെ കഴുത്തിലേക്കും അവിടെ നിന്ന് മാറിലേക്കും അരിച്ചിറങ്ങുകയും അവിടമാകെ അവൻ്റെ ദന്തങ്ങൾ പതിയുകയും ചെയ്തപ്പോൾ സൂര്യ പിടഞ്ഞുകൊണ്ടവനെ ഇറുക്കെ പുണർന്നു. ഒടുക്കം അവരിൽ പ്രണയത്തേക്കാൾ മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ വന്നു നിറഞ്ഞപ്പോൾ അജു അവളെ 2 കൈയാൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു. ബെഡിൽ നാണത്തോടെ കിടക്കുന്നവരുടെ അരികിൽ ചേർന്ന് കിടന്നുകൊണ്ടവൻ അവളെ ആകമാനം ചുംബിച്ചുണർത്തുമ്പോൾ സൂര്യയുടെ കൈകൾ അവനെ ആഞ്ഞു പുലുകുന്നുണ്ടായിരുന്നു. അവളുടെ അധരങ്ങളിൽ ദീർഘനേരം ചുംബിച്ച ശേഷം അവൻ്റെ മുഖം അവളിലേക്ക്, അവളിലെ ആയങ്ങളിലേക്ക് താഴെ പിടഞ്ഞു കൊണ്ടിരിക്കുന്നവളെ അവൻ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ഡ്രസ്സും അവൻ്റെ ഡ്രസ്സും നിലത്ത് ചിന്നിച്ചിതറി കിടന്നു. ഒടുവിൽ എപ്പോഴും അവളിലെ പെണ്ണിനെ സ്വന്തമാക്കുമ്പോൾ വിതുമ്പിക്കരയുന്നവരുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ആ വേദന ഇല്ലാതാക്കി. ശേഷം അവളെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ 2 പേരുടെ മനസ്സിലും നിറഞ്ഞ സംതൃപ്തി ഉണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം. മീനൂട്ടി, ഒന്നവിടെ നിൽക്കും മോളെ. ചെറുതായി വീർത്തു വന്ന വയറും താങ്ങി കയ്യിലൊരു പാത്രവുമായി മുന്നിൽ കുണുങ്ങി കുണുങ്ങി നടക്കുന്ന മീനൂട്ടിക്ക് പുറകെ നടക്കുകയാണ് പാറു. ഞാൻ നിൽക്കൂല, എനിക്ക് ഭക്ഷണം വേണ്ട. പാറുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് വീണ്ടും ഓടാൻ തുടങ്ങി. ദേ മീനൂട്ടി, അമ്മയ്ക്ക് തീരെ വയ്യാട്ടോ. മീനൂട്ടിയെ ഒളിക്കണ്ണിട്ട് നോക്കി ക്ഷീണം അഭിനയിച്ചുകൊണ്ട് പാറു പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണ് ഒന്നവിടെ നിന്നു. പിന്നെ കള്ളച്ചിരിയോടെ പാറുവിൻ്റെ അരികിലേക്ക് ചെന്നു. അമ്മ എന്തിനാ ഇങ്ങനെ ഓടിയേ? അതുകൊണ്ടല്ലേ വയ്യാണ്ടായേ? അവിടെ ഇരിക്ക്. കണ്ണു കൂർപ്പിച്ചു വെച്ച് പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് അവിടെയുള്ള ചെയറിൽ ഇരുത്തിക്കൊണ്ട് വലിയ ആളുകളെ പോലെ പറയുന്നത് കേട്ടപ്പോൾ പാറു മോളെ നോക്കി ചിരിച്ചു. സൂര്യയുടെ വീട്ടിൽ അവളെ കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങിയതാണ് പാറുവും മീനുവും. വ്യാസ് ഒന്ന് കമ്പനി വരെ പോയി വരാം എന്ന് പറഞ്ഞു പോയതാണ്. അതിനിടയിൽ മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നടപ്പാണ് പാറു.
ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. നമ്മുടെ പാറുവിൻ്റെ വയറ്റിലൊരു കുഞ്ഞു വാവ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ 5-ാം മാസമാണ്. സൂര്യയും അജുവുമാണെങ്കിൽ ഇപ്പോഴും പ്രണയിച്ചു നടക്കുകയാണ്. പാറുവും മീനുവും പുറത്തെ ഗാർഡൻ ഏരിയയിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം വ്യാസ് വരുന്നതും നോക്കി നിൽക്കുകയാണ്. കുറച്ചു നേരത്തിനു ശേഷം വ്യാസിൻ്റെ കാർ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ മീനുട്ടി ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ തന്നെ വ്യാസ് അവളെ പൊക്കിയെടുത്ത് ഉണ്ടക്കവിളിൽ ചുംബിച്ചിരുന്നു. മോളെയും എടുത്തുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് കുറുമ്പോടെ കണ്ണു കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന പാറുവിനെയാണ്. അത് കണ്ടപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു. കുഞ്ഞാവ വയറ്റിൽ വന്നപ്പോൾ മുതൽ വ്യാസ് മീനൂട്ടിയോട് കൂടുതൽ അടുക്കുന്നതുവരെ പാറുവിന് പിടിക്കുന്നില്ലായിരുന്നു. അത് മീനൂട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ലായിരുന്നു, മറിച്ച് അവനും തന്നെ മീനൂട്ടിയെപ്പോലെ കൊഞ്ചിക്കണമെന്ന വാശിയും കുറുമ്പുമായിരുന്നു അവളിൽ. വ്യാസ് അവൾക്കടുത്ത് എത്തിയപ്പോൾ തന്നെ അവൻ ഒരു കൈയാൽ മോളെയും മറു കൈയാൽ പാറുവിനെയും ചേർത്ത് പിടിച്ചു. എന്താടി കുശുമ്പി നോക്കി നിൽക്കുന്നേ? ഇനി ഇതും ഓർത്ത് മുഖം വീർപ്പിക്കേണ്ട. ദേ, എൻ്റെ ഈ കുറുമ്പി പെണ്ണ് കഴിഞ്ഞ് എനിക്കെൻ്റെ മക്കൾ പോലും ഉള്ളൂ. നീ എൻ്റെ പ്രാണലിൽ അലിഞ്ഞവളല്ലേടി. പാറുവിൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ടുള്ള വ്യാസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് നിറഞ്ഞ പ്രണയത്തോടെ അവനെ നെഞ്ചിൽ ചാഞ്ഞു. കൂടെ അവരെ മതിയാകാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പ്രാണലിൻ സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ കൂടെ നിന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം. തുടർന്നും വരുന്ന കഥകളിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാവരും ഈ സ്റ്റോറിയെപ്പറ്റി 2 വാക്ക് പറയാൻ മറക്കല്ലേ. ലവ് യു ഓൾ.